ഇപ്പോൾ ആണെങ്കിൽ പവർ ടീമിലേക്ക് ഒരാളെ എടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ടാസ്ക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ ഇവർ നാല് പേരും കൂടെ വേറൊരു ഏരിയയിൽ തനിയെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണെങ്കിൽ ബിഗ് ബോസ് അവരോടൊരു കഥ പറയാണ്. ആ കഥയിൽ ഓരോരോ ഇതുണ്ട്, പശുവിൻ്റെയും ആടിൻ്റെയും ഒക്കെ നമ്പേഴ്സുകൾ, പേരുകൾ, ഇന്നാർ ഇങ്ങനെയൊക്കെ. ഈ കഥ പറയുന്ന സമയത്ത് ഈ 4 പേര് മാത്രമേ ഒരിടത്തുള്ളൂ. പിന്നെ കണ്ടസ്റ്റൻസ് എല്ലാം ലിവിങ് ഏരിയയിലിരിക്കുകയാണ്. ഇവർ 2 കൂട്ടർക്കും ഈ കഥ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവർക്ക് 4 പേർക്ക് ഈ കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ ഓരോരുത്തരെ വെച്ച് ഈ ലിവിങ് ഏരിയയിലെ ഈ കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. തനിയെ എത്ര ആടുണ്ടായിരുന്നു, എത്ര പശു, എത്ര ആനയുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ കൂടുതൽ കറക്റ്റ് ആൻസർ പറയുന്ന ഈ മെമ്മറി പവർ ടെസ്റ്റ് ചെയ്യുമല്ലോ കുട്ടികൾക്കൊക്കെ, അങ്ങനത്തെ ഒരു ഇത് മാതിരിയായിട്ടും ഇത് കണക്കാക്കുക. അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ആയേക്കുന്നത് വന്നിട്ട് കൂടുതൽ പോയിന്റ് നേടിയേക്കുന്നത് നമ്മുടെ ഗബ്രിയാണ്. അങ്ങനെ ഗബ്രി പവർ ടീമിലേക്ക് സെലക്ട് ആയി. ഈ ലിവിങ് ഏരിയയിൽ ഇങ്ങനെ എല്ലാ കണ്ടസ്റ്റൻസും ഇരുന്നിട്ട് ഈ ടാസ്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ സിബിനും അവിടെ ഇരിപ്പുണ്ട്. ഏറ്റവും അറ്റത്ത് വന്നിരിക്കുന്നു. അവിടെ നിന്ന് ഈ തലയെ കൈവച്ചിട്ട് ഫേസ് ഒക്കെ മറച്ചിട്ട് തലയെ കൈവച്ച് ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് സിബിൻ. അവിടെയും സിബിന് ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ പോലാണ് എനിക്ക് അത് ഫീൽ ചെയ്യുന്നത്. അതാരെയാണെന്ന് മനസ്സിലാകുന്നില്ല. ക്യാമറയാണോ അതോ കണ്ടസ്റ്റൻസിനെയാണോ എന്നറിയത്തില്ല. സിബിൻ പറയുന്നത് ക്യാമറയാണെന്നാണ്, ഭയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ അവിടുന്ന് ശേഷം ഈ ഗബ്രിയെ ഭയങ്കര ആഘോഷത്തോടെ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ ആനയിച്ച് പാട്ടും പാടിയൊക്കെ ആ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് ആനയിക്കണം. അത് പവർ ടീമിലേക്ക് കൊണ്ടുപോകാൻ. ഈ ഒരു കാര്യം ഇങ്ങനെ നടക്കുമ്പോൾ അവർ ഭയങ്കര ആഘോഷവും ഭയങ്കര സൗണ്ടും പാട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സമയത്ത് നമ്മുടെ സിബിനാണെങ്കിലും അവിടെ നിന്ന് മാറിപ്പോയി ഒഴിഞ്ഞൊരു മൂലയ്ക്ക് പോയി ഭയങ്കരമായിട്ട് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന രീതിയിൽ ഇരിക്കുന്നു. കാര്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്ത മാതിരിയുള്ളൊരു ഫേസിൽ അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ഒരു ചടങ്ങിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് വന്ന് ഗബ്രിയും ജാസ്മിനും കൂടെ ഒന്നിച്ച് കട്ടിലിൽ ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുകയാണ്. അതിനുശേഷം ആ സമയത്ത് തന്നെ ജാസ്മിൻ പറയുന്നത് ഗബ്രിക്ക് ഇപ്പോൾ അധികം ജാസ്മിനോട് വലിയ ഇതൊന്നുമില്ല, ഒഴിഞ്ഞു മാറുന്ന മാതിരിയൊക്കെ തോന്നുന്നു. ജാസ്മിനാണ് പോയി ഗബ്രിയോട് കൂടുതൽ അറ്റാച്ച് പോകുന്നത്. ഗബ്രി പക്ഷേ പലപ്പോഴും ഒഴിഞ്ഞു മാറുക, നീ എന്താ ഇങ്ങനെ, എൻ്റെ തെറ്റാ ഇതൊക്കെ എനിക്കറിയാം, അങ്ങനെയുള്ളൊരു പരിഭവം കലർന്ന രീതിയിലുള്ള സംസാരമൊക്കെയാണ്. നീ ആണെങ്കിൽ എന്നെ ഞാൻ ഒന്ന് ഹഗ് ചെയ്യാൻ പറ്റുമ്പോൾ നീ എന്നെ ഒന്ന് ഹഗ് ചെയ്യുന്ന പോലും ഇല്ല, നിനക്ക് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് പോലും തോന്നില്ല, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇതൊക്കെ കേട്ടാൽ എന്തോ പറയാൻ ഇനിയുണ്ട് കുറേ, എന്താ ജാസ്മിനെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറയാനില്ല. ഈ കുറച്ച് ദിവസങ്ങളുള്ള പരിചയത്തിൽ അടുത്ത് പോയി കിടക്കുന്നത് ഇങ്ങനെ അത് ഈ ഞാനീ പറയുന്ന പോലെയല്ല. ഒരു കട്ടിലിൽ പോയി അടുത്തടുത്ത് കിടക്കുന്നു. വെളിയിലൊരു ചെറുക്കനോട് വന്നിട്ട് വാക്ക് പറഞ്ഞിട്ട് ഈ അകത്ത് വന്നിട്ട് വേറൊരു ചെറുക്കനോട് ഇങ്ങനെ കാണിക്കുന്നത്, എന്താ ജാസ്മിനെ പറയുന്നത് ഇതിനൊക്കെ മറുപടി? അവിടുന്ന് ജാസ്മിൻ കരച്ചിലിൻ്റെ വക്കോളം എത്തി, കണ്ണൊക്കെ നിറഞ്ഞു. ഇങ്ങനെ എന്തോ പറയുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ സമയത്തൊന്നും ഗബ്രി ഒരു അക്ഷരവും മിണ്ടുന്നില്ല. അങ്ങനെ തന്നെ ചുമ്മാ അങ്ങനെ കിടന്ന് ഇതിങ്ങനെ കേട്ടോണ്ടും തന്നെ ഇരിക്കുക, അല്ലാതെ ഒന്നും പറയുന്നില്ല. ഇത് എനിക്കെന്താ മനസ്സിലാകുന്നത്, ഈ ഗബ്രിയുടെ കാര്യം എനിക്കറിയത്തില്ല. നേരത്തെ ആരോടെങ്കിലും കമ്മിറ്റഡ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ജാസ്മിൻ്റെ കാര്യത്തിൽ വെളിയിൽ നല്ല ഇതല്ലേ, എത്ര ഇപ്പം തന്നെ ഒരു ചെക്കനെ കമ്മിറ്റഡ് ആയിട്ടാണ് ഉള്ളിൽ വന്നെന്ന് പറയുമ്പം അതിന് മുമ്പ് വേറൊരു ചെക്കന് വന്ന് ഇങ്ങനെയായിരുന്നു പറയുന്നു. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് ദിവസത്തെ പരിചയം, ഇവിടെ വെച്ചൊരു പരിചയപ്പെട്ട ഒരു പയ്യൻ്റെ അടുക്ക ഇങ്ങനെ, ഒരു ഫ്രണ്ടിൻ്റെ അടുക്ക ഇങ്ങനെ ആകുമ്പോൾ ഈ വെളിയിൽ നിന്ന് ഇത് കാണുന്ന നേരത്തെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആ പയ്യൻ്റെ ആ മാനസികാവസ്ഥ ഒന്നും ചിന്തിച്ചൂടെ? ഇപ്പം ഗബ്രി 1-2 ദിവസം കൂടുതൽ അടുപ്പം കാണിച്ചില്ല എന്നും പറഞ്ഞാണ് ഈ കണ്ണെന്നറിയുന്നത്, വീങ്ങി പൊട്ടുന്നതും കരയുന്നത്. അപ്പോൾ ഇത്രയും നാളും വെളിയിലെ ആ പയ്യനുമായിട്ട് സ്നേഹമാണെന്നും പറഞ്ഞിരുന്നപ്പം ഇത് കാണുന്ന ആ പയ്യൻ്റെ മാനസികാവസ്ഥയൊന്നും ആലോചിച്ച്, വെളിയിലുള്ള ഈ ജാസ്മിൻ വാക്ക് കൊടുത്തിട്ട് വന്നിരിക്കുന്ന ആ പയ്യൻ്റെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്, അത് ഏത് വിധത്തിലായിരിക്കുമെന്ന്. ഇതൊക്കെ വളർന്നു വരുന്ന സമൂഹത്തിനു കൂടെ ഇതൊക്കെ കാണുന്നത് തന്നെ ശരിയായ ഒരു ആരോഗ്യപരമായ കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെയെന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഇതിനുശേഷം ജാസ്മിൻ ആണെങ്കിൽ വിശക്കുന്നു, ഞാൻ കഴിക്കാൻ പോകാമെന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് എന്തോ രാത്രി ഭക്ഷണം റെഡിയായെന്ന് തോന്നുന്നു. ഗബ്രിയോട് വാ കഴിക്കാമെന്ന് പറയുന്നു. ഗബ്രി എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല എന്ന് പറയുന്നു.
അവർ ഉച്ചയ്ക്കാന്ന് തോന്നുന്നു, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഗബ്രിയെ വിളിച്ചിട്ട് വന്നില്ല, ഗബ്രിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ജാസ്മിൻ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ അതിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ നന്ദനയാണെങ്കിലും ഈ സിബിനെ അങ്ങനെ ഒഴിഞ്ഞു മാറി ഒരിടത്തും മാറിപ്പോയി അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഈ സിബിനെ എടുക്ക പോയി ഫുഡ് കഴിക്കാൻ പറയുന്നു സിബിനും ഫുഡ് കഴിക്കാതിരിക്കുക. അപ്പോൾ സിബിനോട് പറയുന്നു ഞാൻ വാരിത്തരാന്നൊക്കെ പറയുന്നുണ്ട് നന്ദന. അവൻ വേണ്ടാന്ന് പറയുന്നു, അനിയത്തിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനാണോ, ഒരു സ്നേഹമില്ല, അനിയത്തി വാരിത്തന്ന എന്താ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശ്രീതു ക്യാപ്റ്റനാണല്ലോ, ശ്രീതുവും വന്ന് സിബിനോട് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഈ മാനസികാവസ്ഥയിൽ നിന്ന് വെളിയിൽ വരാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ആരും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജാസ്മിനും പോയിട്ട് സിബിനെ കണ്ട് ഇങ്ങനെ അടുത്ത് പോയിട്ട് ഞാൻ നിമിത്തമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സിബിൻ പറഞ്ഞു അല്ല, അതൊന്നും അല്ല എന്ന് പറയുന്നു. അങ്ങനെയൊന്നും വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നിമിത്തമാണോ വിഷമിച്ചിരിക്കുന്നത് അറിയാൻ വന്നാന്നുള്ള രീതിയിൽ പറയുന്നു. സോ ജാസ്മിനും നല്ല രീതിയിൽ തന്നെ സിബിനോട് സംസാരിക്കുന്നുണ്ട്. സിബിനൊന്നും അല്ല, അതൊന്നും അല്ല കാര്യം, ഇത് വേറെയാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജാസ്മിൻ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോയി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിബിനാണെങ്കിൽ എന്തോ ചെയ്തെന്നാൽ ഈ അവിടെയൊക്കെ ഇങ്ങനെ നടന്നു നോക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ആ കോർണറെ ഞാൻ നോക്കുമ്പം അവിടെ ആണെങ്കിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു മൂലയ്ക്ക് ആ മണവെള്ളം അവിടെ പോയി ഇങ്ങനെ കൈകൊണ്ടൊക്കെ തള്ളി നോക്കുന്നു, അത് വല്ലതും നീങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊക്കെ സ്പേസ് ഉണ്ടെങ്കിലൊക്കെ വെളിയിൽ പോകാൻ കഴിയുമെന്ന് നോക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പം അങ്ങനെ പലയിടം ഇങ്ങനെ നോക്കുന്നുണ്ട് ആ വീടിനകത്തൊക്കെ, എങ്ങനെയും പുറത്ത് പോകാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ഇത് അവിടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ആണെങ്കിൽ ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറയുന്നു മൈക്ക് ഊരി വെക്കുകയാണ്. അതുകൊണ്ട് എനിക്കത് ഈ വീട്ടിനകത്ത് ആരുമായിട്ടും ഒരു ഇതിലും എനിക്കിനി താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ മൈക്ക് ഊരി വെക്കുവാന്ന് പറഞ്ഞ് മൈക്ക് ഊരി അവിടെ ക്യാമറയുടെ അവിടെ വെച്ചിട്ട് പോയി അവിടെ മൂലയ്ക്ക് പോയി ഈ ബീൻ ബാഗ് ഇട്ടിട്ടുണ്ട് അവിടെ, എയർ ബാഗ്, അതിൽ പോയി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു സിബിൻ മൈക്ക് എടുത്തിടാനെന്ന്. അങ്ങനെ ക്യാപ്റ്റനൊക്കെ അപ്പോഴാണ് അറിയുന്നത് ശ്രീതു. അപ്പോൾ ശ്രീതു ഓടി വന്നിട്ട് എന്താ സിബിൻ ചേട്ടാ ഈ കാണിക്കുന്നത്, ചുമ്മാ മൈക്ക് എടുത്തിടേ, ഇങ്ങനൊന്നും കാണിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊന്നും സിബിൻ അനങ്ങുന്നൊന്നുമില്ല. അതിനുശേഷം പിന്നെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ വൈകിട്ടായി എല്ലാവരും ലിവിങ് ഏരിയയിലൊക്കെ ഇരിക്കുവാണ്. ആ സമയത്ത് സിബിൻ്റെ കൈ മൈക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ മൈക്ക് എടുത്തുകൊണ്ട് വന്ന് ശ്രീതുവൊക്കെ കൈ കൊടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മൈക്കുമായിട്ട് വന്നിട്ട് പറയുന്നു എനിക്കൊരു ശകലം പോലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് മുന്നോട്ടൊരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകണം, എൻ്റെ മാനസികാവസ്ഥ ഭയങ്കര മോശമാണ്, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ ഇതിനെക്കാട്ടിലും എനിക്ക് പ്രാധാന്യം എൻ്റെ മാനസികാവസ്ഥയാണ്. അപ്പോൾ എനിക്കത് ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, എനിക്ക് പുറത്ത് തന്നെ പോയി ആകണം. എനിക്ക് ഈ വീട്ടിനകത്തുള്ള മെമ്പേഴ്സിനോടൊന്നും ഒരു പ്രശ്നവുമില്ല, അതുകൊണ്ട് നിങ്ങളാരും അങ്ങനെ വിചാരിക്കരുത്, എനിക്ക് നിങ്ങളോടൊന്നും ഒരു പ്രശ്നമില്ല, ജാസ്മിനോട് പോലും ഇല്ല ഒരു പ്രശ്നവും എന്ന് ലിവിങ് ഏരിയയിലാണെന്ന് തോന്നുന്നു എല്ലാവരും കൂടി ഇരിക്കുമ്പം ഈ സിബിൻ പറയുന്നു. അതിനുശേഷം അതുകൊണ്ട് എനിക്ക് എത്രയും വേഗം എനിക്ക് പുറത്ത് പോകണം, എനിക്ക് ഇങ്ങനൊരു ട്രോമ വന്നിട്ടുണ്ട്, അത് കാരണം എനിക്ക് ഇപ്പോൾ വെളിയിൽ പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനിത് നിങ്ങൾ വിചാരിക്കുന്നു ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങളിപ്പോൾ എന്നെ ഈ കാണുന്ന ഇതുമാതിരിയല്ല, മാനസികമായിട്ടാകെ തകർന്നിരിക്കുന്ന മാതിരി ആണെന്നാണ് സിബിൻ പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം പിന്നെ ബിഗ് ബോസ് സിബിനെ ഇത് കൺസെഷൻ റൂമിൽ വിളിപ്പിച്ചതായിട്ടാണ് തോന്നുന്നത്. പിന്നെ സിബിനെ കൺസ്ട്രക്ഷൻ റൂമിൽ വിളിപ്പിക്കുന്നു. സിബിൻ അവിടെ പോയിരിക്കുന്നു. അവിടെ പോയിരുന്നതിന് ശേഷം ബിഗ് ബോസ് ചോദിക്കുന്നു സിബിൻ എന്താണ് പറയാനുള്ളത്. സിബിൻ പറയുന്നു എനിക്കിവിടുത്തെ ഒച്ച പോലും എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പുറത്ത് പോകണം, ഭയങ്കരമായിട്ട് മൈൻഡ് എന്നിട്ട് ബുദ്ധിമുട്ടാകുന്നുള്ള കാര്യമൊക്കെ പറയുന്നു, അതുകൊണ്ട് എനിക്ക് പുറത്ത് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഞങ്ങൾ ഡോക്ടറുടെ സേവനം ഡോക്ടറോട് സംസാരിച്ചു,
സിബിനാണ് ഈ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ സിബിൻ ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള നടപടികൾ അവർ നോക്കുവാൻ തുടങ്ങുന്ന മാതിരിയാണ് എനിക്കത് മനസ്സിലാകുന്നത്. അങ്ങനെ ഇപ്പോൾ നോമിനേഷൻ്റെ സമയമാണ് ബിഗ് ബോസ് വീട്ടിനകത്ത്. അപ്പോൾ എല്ലാവരും ലിവിങ് ഏരിയ വന്നിരിപ്പുണ്ട്. അപ്പോൾ 2 പേരെ പേരും പറയണം, അത് നോമിനേറ്റ് ചെയ്യാനുള്ള കാരണവും പറയണം എന്താണെന്നുള്ള. അപ്പോൾ അങ്ങനെ നേരത്തെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് വന്ന് ഈ കൺസെഷൻ റൂമിനകത്ത് പോയിട്ടാണ് ഓരോരുത്തരും പോയിട്ടാണ് ആരാന്നുള്ള നോമിനേഷൻ ആ പേരൊക്കെ പറയുന്നതും കാരണം പറയുന്നതും. എന്നിട്ടാണ് ഓരോരുത്തരാണ് പോകുന്നതും വരുന്നത്. അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നമ്മുടെ സിബിനെ പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സിബിൻ ബീൻ ബാഗിലും അങ്ങ് ദൂരെ എവിടെയോ മാറി മൂലയ്ക്ക് ഇങ്ങനെ കിടക്കുകയാണ് ബീൻ ബാഗിൽ. അപ്പോൾ അവിടെ ആണെങ്കിൽ കൃഷി പോയി വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഇപ്പം താല്പര്യമില്ലാത്ത മട്ടിൽ പിന്നെ ചെന്നല്ലേ പറ്റൂ. ബിഗ് ബോസ് വീട്ടിനകത്ത് ബിഗ് ബോസിൻ്റെ റൂൾസൊക്കെ അംഗീകരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ മൈക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ഇങ്ങനെ കഴുത്തിലോട്ട് ഇട്ടിട്ടില്ല. അവിടെ നിന്ന് കൺസൾട്ട് റൂമിൽ ചെന്നിരുന്ന് അപ്പം ബിഗ് ബോസ് പറയുന്നു സിബിൻ നോമിനേഷൻ എന്നുള്ളത് എല്ലാവരുടെയും അവകാശമാണ്, അത് കാരണം ഇത് നോമിനേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ പിന്നെ സിബിനാണെങ്കിൽ ആദ്യം പറഞ്ഞത് ഈ അഭിഷേക് ജയദീപിനെയാണ് പറഞ്ഞത്, അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞ അർജുനെയാണ്, അർജുനെ പറഞ്ഞതിൻ്റെ കാരണവും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ 2 പേരെ പറഞ്ഞിട്ട് പോരുന്നു. ഇപ്പോൾ എനിക്കാണെങ്കിൽ സിബിൻ അർജുനെ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലാകുന്നത് അർജുനെ ഇപ്പോൾ വന്നിട്ട് കുറച്ച് മൂഡ് ചേഞ്ച് ആയ മാതിരിയാണ് പറയുന്നത്. അത് വന്നിട്ട് കറക്റ്റ് അല്ല. അത് എന്താണെന്ന് വെച്ചാൽ അർജുൻ ഈ വെളിയിൽ നിന്ന് ഇവരൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴേ അർജുനെയും ശ്രീധുവിനെയും വെച്ചിട്ടൊക്കെ ആൾക്കാർ വെളിയിൽ പ്രേക്ഷകർ ഓരോന്നും ഇങ്ങനെ ഒക്കെ അവർ 2 പേരെയും മാച്ച് ചെയ്ത് പറയുന്നുണ്ടെന്നാണെന്ന് തോന്നുന്നു എനിക്കത് മനസ്സിലാകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പം അർജുൻ അതിലിങ്ങനെ പതുക്കെ ഇതാകാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രീധുവും അർജുനും കൂടെ ഉള്ള ഒരു ഇത് ഞാൻ ആദ്യം തന്നെ ഇത് പ്രേക്ഷകരിലോ പലരുമൊക്കെ പറഞ്ഞറിയുമ്പോഴൊക്കെ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചു, അതെനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അതങ്ങനെ ശ്രീധുവിൻ്റെ അർജുൻ്റെയും കാര്യത്തിൽ എനിക്കത് എല്ലാവരും പറയുന്ന മാതിരി അവർ ഒരു ഇതാക്കിയൊക്കെ പറയുമല്ലോ, ഒരു തമാശരൂപം. പക്ഷേ എനിക്കതങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു അവരുടെ കാര്യത്തിലൊന്നും. പിന്നെ എല്ലാവരെയും മാതിരി മിണ്ടും ചിരിക്കും അതൊക്കെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ 6 പേര് തിരിച്ച് വൈൽഡ് എൻട്രീസ് പോയതിന് ശേഷമാണ് ഇപ്പോൾ അർജുന് കുറച്ച് മാറ്റം. അർജുൻ ഇത് മനസ്സിലാക്കി പ്രേക്ഷകർ വെളിയിൽ ശ്രീധുവിനെയും അർജുനെയും വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ പിടിച്ചാണെങ്കിൽ കുറേ ലാസ്റ്റ് വരെയൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഇതൊക്കെ പഠിച്ചും മനസ്സിലാക്കിയാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് അർജുന് മനസ്സിലായിട്ടായിരിക്കും അർജുൻ ഇപ്പം ഇങ്ങനത്തെ ഒരു രീതിയിൽ ശ്രീധുവുമായിട്ട് കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെയുള്ളൊരു ലെവലിലൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടത്. ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരുന്നു തോന്നുന്നു. അത് സിബിനി പറഞ്ഞത് തന്നെ അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഇപ്പം അങ്ങനെ ഒരു ലെവലിലേക്ക് അവരതിനെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ട് മാത്രമാണ് എനിക്കും ഇതിനകത്ത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് സിബിൻ. അതിനുശേഷം പിന്നെ എല്ലാവരും നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. നോമിനേഷനൊക്കെ ശേഷം പിന്നെ KP നമ്പൂതിരീസിൻ്റെ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ടെന്ന്. KP നമ്പൂതിരീസിൻ്റെ ഈ നല്ല പല്ല് എന്നുള്ളൊരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്ക് സമ്മാനം കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഞാനും അത് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മത്സരമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നത്, അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേട്ടോ, ഏത് പല്ലാണ് അവരവർക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന 6 പല്ലുകളാണെന്നുള്ള രീതി പറയുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമായിരുന്നു. അപ്പോൾ അതിൽ എടുത്ത് പറയുന്ന 2-3 പേരുടെ കാര്യം മാത്രം പറയാം. നിങ്ങൾക്കും അവരെയൊക്കെ പരിചയമുള്ളതായതുകൊണ്ട് പറയാവുന്നേ ഉള്ളൂ. എല്ലാവരെയും പരിചയമുണ്ട്, പക്ഷേ അവരുടെ കാര്യം കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയുണ്ടെന്നറിയാം. അതുകൊണ്ട് നമ്മുടെ ജിൻഡോ ആണെങ്കിൽ നമ്മുടെ ജാസ്മിൻ്റെ പല്ല നല്ലതെന്നാണ് പറഞ്ഞത്. ജിൻഡോയും ജാസ്മിനും കൂടെ ഇടയ്ക്കിടയ്ക്ക് കീരിയും പമ്പും പോലെ. എന്നാൽ തന്നെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ അതിനെ കണ്ടോ, ആ ജിൻഡോയ്ക്കുള്ള സത്യാവസ്ഥ പറഞ്ഞ കണ്ടോ, അതിലൊരു ശത്രുതയോ വേറൊന്നും തോന്നുന്നില്ല. അതാ അങ്ങനെയാണ് വേണ്ടിയത്. അപ്പോൾ ജിൻഡോ ആണെങ്കിൽ ജാസ്മിൻ്റെ പല്ലുകളെ നല്ലതെന്ന് പറയുന്നു, ഗബ്രിയും ജാസ്മിൻ്റെ പല്ലുകളെ നല്ലതെന്ന് പറയുന്നു, ജാസ്മിൻ ആണെങ്കിൽ ഗബ്രിയുടെ പല്ലുകളെ നല്ലതാണെന്ന് പറയുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റിലാണെങ്കിൽ ഇതിൽ വന്ന് പ്രൈസ് നല്ല പല്ലുകൾക്കുള്ള സമ്മാനം കിട്ടിയത് നമ്മുടെ അർജുൻ എസിനാണ്. അപ്പോൾ അർജുൻ എസിന് KP നമ്പൂതിരീസിൻ്റെ കുറേ സമ്മാനങ്ങൾ കിട്ടി, ചെറിയൊരു ട്രോഫിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. മെയിനായിട്ട് നമ്മുടെ പൂജയ്ക്ക് വയ്യാതെ ഈ ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിട്ട് പോയി. അതൊരു വല്ലാത്ത വിഷമിപ്പിക്കുന്ന കാര്യമാണ്. എന്താണെന്നും ഇനി ഉള്ളതൊന്നും അറിഞ്ഞിട്ടില്ല, കാര്യങ്ങളൊന്നും ഇനിയും പുറകെ അറിയാം. എന്തായാലും കുഴപ്പമൊന്നും വരാതിരിക്കട്ടെ, വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
പിന്നെ വേറൊന്ന് നമ്മുടെ സിബിൻ്റെ ഈ മാനസികാവസ്ഥ. ഇതാണെങ്കിൽ എനിക്കെന്താണെന്ന് അത് സിബിൻ എന്തോ ഒരു ഉള്ളിൽ വന്ന് അതാരോടാണ് എങ്ങനെയാണോ ഒന്നും നമുക്കിപ്പം മനസ്സിലാകുന്നില്ല, സിബിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ സിബിൻ എന്തോ മാനസികമായിട്ട് ഉള്ളൊരു അത് തകർച്ചയാണോന്ന്, മാനസികമായിട്ടുണ്ടായ തകർച്ചയാണോന്നൊന്നും എനിക്കത് പറയാൻ കഴിയുന്നില്ല. പക്ഷേ എവിടെയോ എന്തോ ഒരു പ്രശ്നം, ഒരു കോംപ്ലക്സ് ആണോ അറിയത്തില്ല. അത് വന്നിട്ട് അതിൽ നിന്നെല്ലാം സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ തന്നെ സ്വയം നിയന്ത്രിച്ചോ നല്ല രീതിയിൽ തിരിച്ചു വരട്ടെ. കാര്യം സിബിൻ നല്ലൊരു പ്ലെയറാണ്, ഭയങ്കര ബ്രില്യൻറ്റ് ഗെയിമറാണ്. അത് കാരണം സിബിനും വേഗം നന്നായിട്ട് ബിഗ് ബോസിൽ പഴയതുപോലെ തന്നെ ആക്റ്റീവായിട്ടൊക്കെ ടാസ്ക് എല്ലാം ചെയ്ത് കളിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.